ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രമ്യ ടീച്ചർ. ഇന്നത്തെ പ്രീ പ്രൈമറി ക്ലാസ് ആരംഭിക്കുന്നതിന് മുന്നായി നിങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. രമ്യ ടീച്ചർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോ കുഞ്ഞുമക്കളെ, നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം കേട്ടോ. പ്രീ പ്രൈമറിയുടെ 31ാമത്തെ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. അപ്പോ നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ലെറ്റർ ആണ് പഠിച്ചത്? ലെറ്റർ ക്യൂ. ഏത് ലെറ്ററാ? ലെറ്റർ ക്യൂ. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഏത് ലെറ്റർ ആണ് പഠിക്കേണ്ടത്? ലെറ്റർ ക്യൂ. കഴിഞ്ഞു വരുന്ന ലെറ്റർ ആണ് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കേണ്ടത്. അതേത് ലെറ്റർ ആണ് നമ്മൾക്ക് പറഞ്ഞു നോക്കാം അല്ലേ? ദാ ടീച്ചറുടെ കൂടെ എന്റെ കുഞ്ഞു മക്കളും അവിടുന്ന് പറയണം കേട്ടോ. ദാ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ. ഏത് ലെറ്റർ ആണ്? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ ആർ. എല്ലാവരും ഉറക്കെ പറഞ്ഞേ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ ആർ. അപ്പോ നമ്മൾക്ക് ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ എഴുതാൻ പഠിക്കണം അല്ലേ? ടീച്ചറെ എഴുതാൻ പഠിപ്പിക്കാം കേട്ടോ. അതിനു മുന്നേ എന്റെ കുഞ്ഞുമക്കൾക്ക് ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ പരിചയപ്പെടുത്തി തരാം കേട്ടോ. എല്ലാവരും ഇങ്ങോട്ട് നോക്കണേ. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ ആർ. ഈ ലെറ്ററിന്റെ പേരെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ആർ. ഈ ലെറ്റർ നോക്കി എന്റെ കുഞ്ഞുമക്കളെ അവിടുന്ന് ഉറക്കെ പറഞ്ഞേ. ഈ ലെറ്ററിന്റെ പേരെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ആർ. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആർ എന്റെ കുഞ്ഞുമക്കളെ കണ്ടു അല്ലെ? ഇനി നമ്മൾക്ക് എന്താണ് വേണ്ടത്? സ്മോൾ ലെറ്റർ ആർ കാണണം. ടീച്ചർ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് സ്മോൾ ലെറ്റർ ആർ. ഈ ലെറ്ററിന്റെ പേരെന്താണ്? സ്മോൾ ലെറ്റർ ആർ. ഈ ലെറ്ററിലേക്ക് നോക്കി ഈ ലെറ്ററിന്റെ പേര് എന്റെ കുഞ്ഞുമക്കളെ അവിടുന്ന് ഉറക്കെ പറഞ്ഞേ. ഈ ലെറ്ററിന്റെ പേരെന്താണ്? സ്മോൾ ലെറ്റർ ആർ. ഈ ലെറ്ററിന്റെ പേരെന്താണ്? സ്മോൾ ലെറ്റർ ആർ. അപ്പോൾ ഇതേത് ലെറ്റർ ആണ്? ലെറ്റർ ആർ. എല്ലാരും ഉറക്കെ പറഞ്ഞേ. ഈ ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ ആർ. ഇത് ക്യാപിറ്റൽ ലെറ്റർ ആർ. ഇത് സ്മോൾ ലെറ്റർ ആർ. ഇത് ക്യാപിറ്റൽ ലെറ്റർ ആർ. ഇത് സ്മോൾ ലെറ്റർ ആർ. അപ്പോൾ എന്റെ കുഞ്ഞുമക്കളെ ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ പരിചയപ്പെട്ടു അല്ലെ? ഇനി നമ്മൾക്ക് എന്താണ് വേണ്ടത്? ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ എഴുതാൻ പഠിക്കണം അല്ലെ? എങ്ങനെയാ എഴുതേണ്ടതെന്ന് എന്റെ കുഞ്ഞുമക്കൾക്ക് ടീച്ചറെ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും നന്നായി ശ്രദ്ധിക്കണേ. ആദ്യം നമ്മള് ക്യാപിറ്റൽ ലെറ്റർ ആർ ആണ് എഴുതാൻ പഠിക്കാൻ പോകുന്നത്. ക്യാപിറ്റൽ ലെറ്റർ ആർ. ക്യാപിറ്റൽ ലെറ്റർ ആർ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ വേണം? ടീച്ചറെ പറഞ്ഞു തരാം കേട്ടോ. നമ്മൾക്ക് ആദ്യം ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വേണം. പിന്നെ ഒരു ലെഫ്റ്റ് ഓപ്പൺ കർവ് വേണം. പിന്നെ ഒരു സ്ലാന്റിംഗ് ലൈൻ വേണം. ഏത് സ്ലാന്റിംഗ് ലൈൻ ആണ്? ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആർ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ വേണം? ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വേണം, ഒരു ലെഫ്റ്റ് ഓപ്പൺ കർവ് വേണം, ഒരു ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ വേണം.
ഇത് മൂന്നും കൂട്ടിയോജിപ്പിച്ചിട്ട് വരച്ചിട്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ക്യാപിറ്റൽ ലെറ്റർ ആർ. അപ്പോ ടീച്ചറെ ഇവിടെ വരയ്ക്കാട്ടോ. ആദ്യം നമ്മൾക്ക് എന്താണ് വേണ്ടത്? ഒരു സ്റ്റാൻഡിംഗ് ലൈൻ. ഒരു സ്റ്റാൻഡിംഗ് ലൈൻ ആണ് നമ്മൾക്ക് ആദ്യം വേണ്ടത്. ഇനി നമ്മൾക്ക് എന്താണ് വേണ്ടത്? ഒരു ലെഫ്റ്റ് ഓപ്പൺ കർവ്. ലെഫ്റ്റ് ഓപ്പൺ കർവ് നമ്മള് വരയ്ക്കാൻ പഠിച്ചതാണ് അല്ലെ? ഇങ്ങനെ ഒരു ലെഫ്റ്റ് ഓപ്പൺ കർവ് ആണ് നമ്മൾക്ക് വേണ്ടത്. ഇനി നമ്മൾക്ക് എന്താണ് വേണ്ടത്? ഒരു ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ. ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈനും നമ്മൾ വരയ്ക്കാൻ പഠിച്ചതാണ് അല്ലെ? ദാ ഇങ്ങനെയാണ് ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ വരയ്ക്കേണ്ടത്. അപ്പോൾ ഇത് മൂന്നും കൂട്ടിയോജിപ്പിച്ച് വരച്ചിട്ടാണ് നമ്മൾ എന്തെഴുതുന്നത്? ക്യാപിറ്റൽ ലെറ്റർ ആർ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ ആർ. അപ്പോൾ ഇത് മൂന്നും കൂട്ടിയോജിപ്പിച്ച് ടീച്ചർ എഴുതി കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണേ. ആദ്യം നമ്മൾക്ക് സ്റ്റാൻഡിംഗ് ലൈൻ ആണ് വരയ്ക്കേണ്ടത്. ടീച്ചർ വരയ്ക്കാണേ. ആദ്യം സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്ക. എന്നിട്ട് ലെഫ്റ്റ് ഓപ്പൺ കർവ് വരയ്ക്കണം. എവിടുന്നാ നമ്മൾ വരയ്ക്ക? ഈ സ്റ്റാൻഡിംഗ് ലൈനിന്റെ മുകളിൽ നിന്നും ഈ സ്റ്റാൻഡിംഗ് ലൈനിന്റെ നടുവിലേക്ക് നമ്മൾ എന്ത് വരച്ചു കൊടുക്കണം? ലെഫ്റ്റ് ഓപ്പൺ കർവ്. ടീച്ചർ വരയ്ക്കാം. എല്ലാവരും ശ്രദ്ധിക്കണേ. സ്റ്റാൻഡിംഗ് ലൈനിന്റെ മുകളിൽ നിന്നും ഇങ്ങനെ സ്റ്റാൻഡിംഗ് ലൈനിന്റെ നടുവിലേക്ക് ലെഫ്റ്റ് ഓപ്പൺ കർവ് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് എന്താണ് വേണ്ടത്? ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ. എവിടെയാ നമ്മൾ ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ വരച്ചു കൊടുക്കാം? ടീച്ചർ പറഞ്ഞു തരാം. ഈ ലെഫ്റ്റ് ഓപ്പൺ കർവ് അവസാനിച്ച ഈ സ്ഥലത്തു നിന്നും നമ്മൾ ഒരു ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കും. അപ്പോ ഇത് ഏത് ലെറ്റർ ആയി? ക്യാപിറ്റൽ ലെറ്റർ ആർ. ഈ ലെറ്ററിന്റെ പേരെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ആർ. എന്റെ കുഞ്ഞുമക്കൾ അവിടെ നിന്ന് ഉറക്കെ പറഞ്ഞേ. ഈ ലെറ്ററിന്റെ പേരെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ എന്താണ്? ആർ. അപ്പോ ക്യാപിറ്റൽ ലെറ്റർ ആർ എങ്ങനെ എഴുതേണ്ടെന്ന് ഒന്നുകൂടി ടീച്ചർ കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണേ. ആദ്യം നമ്മൾ സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു. പിന്നെ ലെഫ്റ്റ് ഓപ്പൺ കർവ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് ഇവിടുന്ന് കൈയെടുക്കാതെ ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുത്തു. അപ്പൊ ഇത് ഏത് ലെറ്റർ ആയി? ക്യാപിറ്റൽ ലെറ്റർ ആർ. ഈ ലെറ്ററിന്റെ പേരെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ആർ. ടീച്ചറെ ഒന്നുകൂടി എഴുതി കാണിച്ചു തരാം. ആദ്യം നമ്മള് സ്റ്റാൻഡിംഗ് ലൈൻ വരച്ചു. സ്റ്റാൻഡിംഗ് ലൈനിന്റെ മുകളിൽ നിന്നും ഇങ്ങനെ സ്റ്റാൻഡിംഗ് ലൈനിന്റെ നടുവിലേക്ക് ലെഫ്റ്റ് ഓപ്പൺ കർവ് വരച്ചു. എന്നിട്ട് അവിടുന്ന് കൈ എടുക്കാതെ ലെഫ്റ്റ് സ്ലാന്റിംഗ് ലൈൻ ഇങ്ങനെ വരച്ചു കൊടുത്തു. അപ്പോൾ ഇത് ഏത് ലെറ്റർ ആയി? ക്യാപിറ്റൽ ലെറ്റർ ആർ. അപ്പോൾ എന്റെ കുഞ്ഞുമക്കൾക്ക് ക്യാപിറ്റൽ ലെറ്റർ ആർ എങ്ങനെ എഴുതേണ്ടതെന്ന് മനസ്സിലായോ? മനസ്സിലായല്ലേ? അപ്പൊ എന്റെ കുഞ്ഞുമക്കൾ എങ്ങനെയാ ഇത് എഴുതി പഠിക്കുക? ഇതിന്റെ പേര് പറഞ്ഞോണ്ട് എഴുതി പഠിക്കും അല്ലേ? എങ്ങനെയാ? ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ ആർ. ക്യാപിറ്റൽ ലെറ്റർ ആർ. ക്യാപിറ്റൽ ലെറ്റർ ആർ. ക്യാപിറ്റൽ ലെറ്റർ ആർ. ഇങ്ങനെ ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് എന്റെ കുഞ്ഞുമക്കളെ എഴുതി പഠിക്കും അല്ലെ? ഇതേത് ലെറ്ററാ? ക്യാപിറ്റൽ ലെറ്റർ ആർ. ഇനി നമ്മൾക്ക് എന്താണ് വേണ്ടത്? സ്മോൾ ലെറ്റർ ആർ എഴുതി പഠിക്കണം അല്ലെ? എങ്ങനെയാ എഴുതേണ്ടതെന്ന് എന്റെ കുഞ്ഞുമക്കൾക്ക് ടീച്ചർ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇവിടത്തേക്ക് ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ സ്മോൾ ലെറ്റർ ആർ ആണ് എഴുതാൻ പഠിക്കാൻ പോകുന്നത്. സ്മോൾ ലെറ്റർ ആർ. ഇത് ക്യാപിറ്റൽ ലെറ്റർ ആർ. ഇത് സ്മോൾ ലെറ്റർ ആർ. സ്മോൾ ലെറ്റർ ആർ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ വേണം? നമ്മൾക്ക് ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വേണം. പിന്നെ ഒരു ചെറിയ
കർവും വേണം. ഒരു കുഞ്ഞ് വളഞ്ഞ വരയുമാണ് നമ്മൾക്ക് സ്മോൾ ലെറ്റർ ആർ എഴുതാൻ വേണ്ടിയിട്ട് വേണ്ടത്. ടീച്ചറ് ഇവിടെ വരച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാ നമ്മൾക്ക് ആദ്യം ഒരു സ്റ്റാൻഡിങ് ലൈൻ വേണം. ഇനി എന്താണ് വേണ്ടത്? ഒരു ചെറിയ കർവ്. ഇതാ കർവ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് എന്റെ കുഞ്ഞുമക്കൾ നോക്കിക്കോട്ടോ. ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഒരു ചെറിയ വളഞ്ഞ കർവാണ് നമ്മൾക്ക് വേണ്ടത്. ഇത് രണ്ടും കൂട്ടിയോജിപ്പിച്ചിട്ട് ആണ് നമ്മൾ സ്മോൾ ലെറ്റർ ആർ എഴുതാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയാണെന്ന് ടീച്ചർ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മള് സ്റ്റാൻഡിങ് ലൈൻ ആണ് വരയ്ക്കുന്നത്. ആദ്യം നമ്മള് സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ഇവിടുന്ന് കൈയെടുക്കാതെ ആ സ്റ്റാൻഡിങ് ലൈനിന്റെ മുകളിലേക്ക് ഇവിടം വരെ പോവുക. എന്നിട്ട് ഇവിടുന്ന് ചെറിയ ഒരു കർവ് ഇങ്ങനെ വരച്ചെടുക്കുക. അപ്പോ ഇത് ഏത് ലെറ്ററായി? സ്മോൾ ലെറ്റർ ആർ. ഈ ലെറ്ററിന്റെ പേരെന്താണ്? സ്മോൾ ലെറ്റർ ആർ. ടീച്ചറെ ഒന്നുകൂടി എഴുതി കാണിച്ചു തരാം കേട്ടോ. ഇതാ ആദ്യം സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് സ്റ്റാൻഡിങ് ലൈനിന്റെ മുകളിലേക്ക് പോയിട്ട് ഇവിടുന്ന് ഒരു ചെറിയ കർവ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പൊ ഇത് ഏത് ലെറ്ററായി? സ്മോൾ ലെറ്റർ ആർ. ടീച്ചറെ ഒന്നുകൂടെ എഴുതി കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മള് ഒരു സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കാം. എന്നിട്ട് സ്റ്റാൻഡിങ് ലൈനിന്റെ മുകളിലേക്ക് തന്നെ പോവുക. എന്നിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യണം? ഇങ്ങനെ ചെരിഞ്ഞ ഒരു വര ഇങ്ങനെ വരച്ചു കൊടുക്കണം. അപ്പോ ഇത് ഏത് ലെറ്ററായി? സ്മോൾ ലെറ്റർ ആർ. ഈ ലെറ്ററിന്റെ പേരെന്താണ്? സ്മോൾ ലെറ്റർ ആർ. ഇനി എന്റെ കുഞ്ഞുമക്കളെ എങ്ങനെയാ ഇത് എഴുതി പഠിക്കാം? ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് എഴുതും അല്ലെ. എങ്ങനെയാ? സ്മോൾ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ. ഇങ്ങനെ ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് എഴുതി പഠിക്കും അല്ലെ. സ്മോൾ ലെറ്റർ ആർ. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ എന്റെ കുഞ്ഞുമക്കൾ എങ്ങനെ എഴുതി പഠിക്കാം? ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് എഴുതുമ്പോ ക്യാപിറ്റൽ ലെറ്റർ ആർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക. സ്മോൾ ലെറ്റർ ആർ എന്ന് എഴുതുമ്പോ സ്മോൾ ലെറ്റർ ആർ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ ആർ. അപ്പൊ എന്റെ കുഞ്ഞുമക്കൾ എന്ത് വേണം? ലെറ്റർ ആർ, ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ നന്നായി എഴുതി പഠിക്കാം കേട്ടോ. കുഞ്ഞുമക്കളെ, നമ്മൾ ഇതുവരെ പഠിച്ച ലെറ്റേഴ്സ് ഒക്കെ ടീച്ചറെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. ക്യാപിറ്റൽ ലെറ്റേഴ്സും ഉണ്ട്, അതിന്റെ സ്മോൾ ലെറ്റേഴ്സും ഉണ്ട്. അപ്പോ എന്റെ കുഞ്ഞുമക്കൾ എന്ത് വേണം? നമ്മൾ ഇന്ന് പഠിച്ച ലെറ്റർ ആർ, ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ ഇതിൽ നിന്നും കണ്ടുപിടിക്കണം കേട്ടോ. ദാ എല്ലാവരും നോക്കിയേ. ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ ഉണ്ടോ? ഒന്ന് നോക്കാം അല്ലേ. ഇതാ ഉണ്ട്. എന്റെ കുഞ്ഞുമക്കൾക്ക് കിട്ടിയോ? കിട്ടിയോ? ഏതാണ്? ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ ആർ. ഇത് സ്മോൾ ലെറ്റർ ആർ. ഏതാണ്? ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ച ക്യാപിറ്റൽ ലെറ്റർ ആർ. ഇത് സ്മോൾ ലെറ്റർ ആർ. ഈ ലെറ്ററിന്റെ പേരെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ആർ. ഇത് സ്മോൾ ലെറ്റർ ആർ. അപ്പോൾ നമ്മൾ ഇത്രയും ലെറ്റേഴ്സിൽ നിന്നും നമ്മൾ ഇന്ന് പഠിച്ച ലെറ്റർ ആർ കണ്ടുപിടിച്ചല്ലേ. അപ്പോൾ ഇവിടെ ടീച്ചറ് നമ്മൾ ഇതിനു മുന്നേ പഠിച്ചു കഴിഞ്ഞ ലെറ്റേഴ്സ് ഒക്കെ എഴുതി വച്ചിട്ടുണ്ടല്ലേ. അതൊക്കെ നമ്മൾക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ ടീച്ചറുടെ കൂടെ. എന്റെ കുഞ്ഞുമക്കളും പറയല്ലോ. ദാ എല്ലാരും വന്നേ. ലെറ്റർ എ, ബി, സി, ഡി, ഇ, എഫ്,
G H I J K L M N O P Q R. ഇങ്ങനെ 18 ഇംഗ്ലീഷ് ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഏതൊക്കെയാ നമ്മൾക്ക് ഒന്നുകൂടി പറയാം അല്ലേ? ലെറ്റർ A B C D E F G H I J K L M N O P Q R. ഇങ്ങനെ 18 ഇംഗ്ലീഷ് ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോ എൻ്റെ കുഞ്ഞുമക്കൾ എന്ത് വേണം? ഈ ലെറ്റേഴ്സ് ഒക്കെ നന്നായി എഴുതി പഠിക്കാം കേട്ടോ. ടീച്ചർ ബോർഡില് കുറച്ച് ലെറ്റേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? എന്റെ കുഞ്ഞുമക്കളെ കാണുന്നുണ്ടല്ലോ. അപ്പോ എന്റെ കുഞ്ഞുമക്കൾ എന്താ വേണ്ടത്? ഈ ലെറ്റേഴ്സിന്റെ പേര് പറയണം കേട്ടോ. ടീച്ചറ് ലെറ്ററിൽ തൊടുമ്പോൾ ആ ലെറ്ററിന്റെ പേര് എന്റെ കുഞ്ഞുമക്കളെ അവിടെ നിന്നും ഉറക്കെ പറയണം കേട്ടോ. പറയില്ലേ? എല്ലാവരും റെഡിയാണല്ലോ? ദാ ടീച്ചറ് ലെറ്ററിൽ ടച്ച് ചെയ്യാൻ പോവുകയാണ്. ദാ ഇത് ഏത് ലെറ്റർ ആണ്? ഏത് ലെറ്ററാ? ലെറ്റർ ഇ. ഇത് ക്യാപിറ്റൽ ലെറ്റർ ഇ. ഇത് സ്മോൾ ലെറ്റർ ഇ. ഇനി നെക്സ്റ്റ് ലെറ്റർ. ഇത് ഏത് ലെറ്ററാ? ഏത് ലെറ്ററാ? ലെറ്റർ എച്ച്. ഇത് ക്യാപിറ്റൽ ലെറ്റർ എച്ച്. ഇത് സ്മോൾ ലെറ്റർ എച്ച്. ഇനി നെക്സ്റ്റ് ലെറ്റർ ടീച്ചറെ ടച്ച് ചെയ്യാൻ പോവാണ്. ഇതാ ഇത് ഏത് ലെറ്റർ ആണ്? ഏത് ലെറ്ററാ? ലെറ്റർ ജെ. ഇത് ക്യാപിറ്റൽ ലെറ്റർ ജെ. ഇത് സ്മോൾ ലെറ്റർ ജെ. ഇനി ടീച്ചറെ നെക്സ്റ്റ് ലെറ്റർ ടച്ച് ചെയ്യാൻ പോവാണ്. ദാ ഇത് ഏത് ലെറ്റർ ആണ്? ഏത് ലെറ്ററാ? ലെറ്റർ എൻ. ഇത് ക്യാപിറ്റൽ ലെറ്റർ എൻ. ഇത് സ്മോൾ ലെറ്റർ എൻ. ഇനി നെക്സ്റ്റ് ലെറ്റർ ടീച്ചറെ ടച്ച് ചെയ്യാം. ഇതാ ഇത് ഏത് ലെറ്റർ ആണ്? ഏത് ലെറ്ററാ? ലെറ്റർ പി. ഇത് ക്യാപിറ്റൽ ലെറ്റർ പി. ഇത് സ്മോൾ ലെറ്റർ പി. ഇനി നെക്സ്റ്റ് ലെറ്റർ. ദാ ഇത് ഏത് ലെറ്റർ ആണ്? ഏത് ലെറ്ററാ? ലെറ്റർ ആർ. ഇത് ക്യാപിറ്റൽ ലെറ്റർ. ഏത് ലെറ്ററാ? ആർ. ഇത് സ്മോൾ ലെറ്റർ ആർ. അപ്പോൾ നമ്മൾ ഈ ലെറ്റേഴ്സിന്റെ ഒക്കെ പേര് പറഞ്ഞു അല്ലേ? എന്റെ കുഞ്ഞുമക്കളെ അവിടുന്ന് ഉറക്കെ പറഞ്ഞല്ലേ? അപ്പോ എന്റെ കുഞ്ഞുമക്കള് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാട്ടോ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇന്ന് കുട്ടികളെ എഴുതുവാൻ പഠിപ്പിച്ചത് ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ. ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 1, 2, 3 പേജ് നിറയെ ഇങ്ങനെ കുത്തുകൾ ഇട്ടിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനു മുകളിൽ കൂടി കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതിപ്പിക്കുക. ഡയറക്ഷൻ ഒക്കെ കൃത്യമായി പറഞ്ഞു കൊടുക്കുക. ക്യാപിറ്റൽ ലെറ്റർ ആർ, സ്മോൾ ലെറ്റർ ആർ. അപ്പോൾ കുഞ്ഞുമക്കളെ, നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെറ്റർ പരിചയപ്പെടാം. അതുവരേക്കും ടാറ്റാ.